പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് സെക്കൻഡിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഡേ commemorates the Pravasi Bharatiya Divas, the Mahatma Gandhi returned to the India from South Africa. മഹാത്മാഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ ദിനം സ്മരിക്കുന്ന പ്രവാസി ഭാരതീയ ദിവസ് ഏത് ദിവസമാണ്? ആൻസർ 1915 ജനുവരി 9. രണ്ടാമത്തെ ചോദ്യം, ഹു surrendered his kinghood in reaction to the Jallianwala Bagh massacre? ജാലിയൻവാല ബാഗ് കൂട്ടക്കൊലയ്ക്ക് പ്രതികരണമായി തൻ്റെ നൈറ്റ്ഹുഡ് പദവി രാജിവെച്ചത് ആര്? ആൻസർ രവീന്ദ്രനാഥ് ടാഗോർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് നാഷണലിസ്റ്റ് ലീഡർ ആർ നോൺ ആസ് ഷേരി പഞ്ചാബ്? ഷേരി പഞ്ചാബ് എന്നറിയപ്പെടുന്ന ദേശീയ നേതാവ് ആര്? ആൻസർ ലാൽ ലജ്പത് റായ്. നാലാമത്തെ ചോദ്യം, ഹു ഡിസൈൻ ദ 14th points for India in 1929? 1929 ഇന്ത്യക്കായി 14 പോയിന്റുകൾ രൂപകൽപ്പന ചെയ്തത് ആര്? ആൻസർ മുഹമ്മദ് അലി ജിന്ന. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, വെൻ വാസ് ദ ഗാന്ധി ഇർവിൻ പാക്ട് സൈൻഡ്? ഗാന്ധിജി ഇർവിൻ പാക്ട് സൈൻ ചെയ്തത് എപ്പോൾ? ആൻസർ 1932 സെപ്റ്റംബർ 24. ആറാമത്തെ ചോദ്യം, നെയിം ദ പ്രോഗ്രാം ദാറ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ദ സെപ്പറേറ്റ് ഇലക്ടോറേറ്റ്സ് ഫോർ ഡിപ്രസ്ഡ് കമ്മ്യൂണിറ്റീസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് പ്രത്യേകം തിരഞ്ഞെടുപ്പ് മണ്ഡലങ്ങൾ കൊണ്ടുവന്ന പദ്ധതി ഏത്? ആൻസർ കമ്മ്യൂണൽ അവാർഡ്സ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ദ വാഗൺ ട്രാജഡി വാസ് അസോസിയേറ്റഡ് വിത്ത്? വാഗൺ ട്രാജഡി ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ മലബാർ കലാപം. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് മൂവ്മെന്റ് ഡിഡ് മഹാത്മാഗാന്ധി റൈസ് ദ സ്ലോഗൻ ഡു ഓർ ഡൈ? ചെയ്യുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം മഹാത്മാഗാന്ധി ഏത് പ്രസ്ഥാനത്തിൽ ഉന്നയിച്ചു? ആൻസർ ക്വിറ്റ് ഇന്ത്യ സമരം. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ഫസ്റ്റ് സെക്രട്ടറി ഓഫ് ഓൾ ഇന്ത്യ കിസാൻ സഭ? ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ ആദ്യ സെക്രട്ടറി ആര്? ആൻസർ NG രംഗ, ആചാര്യ ഗോങ്കിനി രംഗ നായക. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ വാസ് ദ മുസ്ലിം ലീഗ് ഫോംഡ് ഇൻ ധാക്ക? ധാക്കയിൽ മുസ്ലിം ലീഗ് ഫോം ചെയ്തത് എപ്പോഴാണ്? ആൻസർ 1906 ഡിസംബർ 31. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഹു റോട്ട് ദ ബുക്ക് കമ്മ്യൂണിസം ഇൻ മോഡേൺ ഇന്ത്യ? കമ്മ്യൂണിസം ഇൻ മോഡേൺ ഇന്ത്യ എന്ന ബുക്ക് എഴുതിയത് ആര്? ആൻസർ ബിപിൻ ചന്ദ്ര. 12ാമത്തെ ചോദ്യം, ഹു വാസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിലെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ആൻസർ സച്ചിദാനന്ദ സിൻഹ, ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. 13ാമത്തെ ചോദ്യം, വിച്ച് പാർട്ട് ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് നോൺ ആസ് ദ സോൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ?
ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ഭാഗമാണ് ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത്? ആൻസർ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 32. അത് ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം എന്നുള്ളതാണ് ആ ആർട്ടിക്കിൾ. അത് എന്താണ്? ഭരണഘടനയുടെ ഹൃദയം ആത്മാവും എന്നറിയപ്പെടുന്നു. 14ാമത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ ഫോറിൻ പോളിസി ഓഫ് ഇന്ത്യ ഡെവലപ്ഡ് ബൈ ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു രൂപപ്പെടുത്തിയ ഇന്ത്യയുടെ വിദേശ നയം എന്താണ്? ആൻസർ നെഹ്റുവിൻ വിദേശ നയം. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ സീക്രട്ട് നെയിം ഫോർ ദ ന്യൂക്ലിയർ വെപ്പൺസ് ടെസ്റ്റിംഗ് അറ്റ് പോക്രാൻ ഇൻ 1974? 1974 പോക്രാനിൽ നടത്തിയ ന്യൂക്ലിയർ വെപ്പൺസിൻ്റെ പേരെന്തായിരുന്നു? ആൻസർ സ്മൈലിംഗ് ബുദ്ധ. ഓപ്പറേഷൻ സ്മൈലിംഗ് ബുദ്ധ. ഇതിൻ്റെ ആൻസർ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനൽ ലഭിക്കുന്നതാണ്. ആൻസർ കീ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.